നമസ്കാരം. എൻ്റെ പേര് റിനാൻ നൗഷാദ്. എൻ്റെ വീട് ശൂരനാട്, കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ ഒരു നിയമവിരുദ്ധമായിട്ട് എൻ്റെ ഒരു വണ്ടി ഓടിച്ച എൻ്റെ പേരിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാവരെ പോലെ തന്നെ ലേണേഴ്സും ടെസ്റ്റും എല്ലാം കഴിഞ്ഞാണ് ഞാനും ലൈസൻസ് എടുത്തത്. അന്ന് ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു വലിയൊരു ഇത് കൊടുത്തില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, നമ്മൾ റോഡിൽ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ, പ്രകടനം കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഒന്നാമത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതുപോലൊരു സാഹചര്യം വന്നിട്ടില്ല നമുക്കത് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ കാണിച്ച തെറ്റ്, ഞങ്ങളൊരു റീൽസ് എടുക്കാൻ വേണ്ടി നിന്നെയാണ് ഡോറിനകത്ത്. ഞാനാണ് വണ്ടി ഓടിച്ചത്. അതങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലായതുകൊണ്ട് അതിൻ്റെ ഒരു മേളത്തിൽ കയറി നിന്നതാണ്. എൻ്റെ ഫ്രണ്ട്സും ഞാനും എല്ലാവരും കൂടിയാണ് നിന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ബഹുമാനപ്പെട്ട RTO സാറിൻ്റെ മുന്നിൽ ജനങ്ങളത് എത്തിച്ചത് നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നു. കാരണം എനിക്കതിൽ നിന്ന് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാനും ഞാൻ കാണിച്ച തെറ്റ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ ബഹുമാനപ്പെട്ട RTO സാറായ മനോജ് സാർ എനിക്ക് എന്നോട് പറഞ്ഞത്, 7 ദിവസം നിങ്ങൾക്ക് ഇന്നതുപോലെ 4 ദിവസം ഗാന്ധി ഭവനിലും 4 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണമെന്ന്. ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്താണ് ഗാന്ധി ഭവനിലായാലും കൈയില്ലാത്തവർ, സ്വാധീനമില്ലാത്തവർ, അവർക്കുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കൈയുള്ളതും കാലുള്ളതും തലയുള്ളതും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തുമാത്രം തെറ്റുകളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാധീനമുള്ളവർ നമ്മൾ ഇത്രയും അഹങ്കാരങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ അവിടെ നിന്ന് സേവനത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും എൻ്റെ കൈ ചോരയിന്ന് മാറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം ആംബുലൻസിൽ നമ്മൾ കാണുന്നത് ചോരയെ കുളിപ്പിച്ച ഓരോ ശരീരങ്ങളാണ്. എൻ്റെ കയ്യിൽ ഇരുന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പേര് മരിച്ചിട്ടാണ് ഞാൻ എടുത്ത് സ്ട്രക്ചറിലോട്ട് വെച്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ കാണിക്കുന്ന തെറ്റ് കാരണം മറ്റൊരാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ അവിടുന്ന് ഞാനൊരു റാഷ് ഡ്രൈവിങ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്നൊരു സ്കൂട്ടറിനൊരു തട്ട് കിട്ടിയാൽ മതി, പുള്ളി താഴെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പൊട്ടിപ്പോയി കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞ് ലേണേഴ്സും ലൈസൻസൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് അങ്ങനെയുള്ള സന്തോഷമായിരിക്കും എല്ലാം. അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, നിയമങ്ങൾ പാലിക്കുക. കണ്ട കാഴ്ചകൾ കണ്ണിൽ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നന്ദി.